അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹത്തിൻ്റെ ചാലകങ്ങളുണ്ട്. പല ആളുകളും പരാതി പറയാറുള്ളത്, ഞാൻ എൻ്റെ ഭാര്യയെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, എന്നിട്ടും അവളത് മനസ്സിലാക്കുന്നില്ല, മക്കളത് മനസ്സിലാക്കുന്നില്ല. സ്നേഹം എന്നതിന് കരണ്ട് കമ്പിയിലൂടെ പാസ് ചെയ്യുന്നത് പോലെ, വെള്ളം പൈപ്പിലൂടെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് പോലെ സ്നേഹത്തിനും ഒരു ചാലകം ആവശ്യമാണ്. ചാനൽസ് ഓഫ് ലവ് എന്ന് പറയും. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ആരെ സ്നേഹിക്കുന്നുവോ അവർക്ക് സമയം കൊടുക്കുക എന്നുള്ളത്. സമയത്തിലെ ചില ഭാഗങ്ങൾ അവർക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. മൊബൈലൊക്കെ മാറ്റിവെച്ച് അവരുടെ കൂടെ ഇരിക്കാനും കേൾക്കാനുമുള്ള സമയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തത് സംസാരിക്കുക എന്നുള്ളത്. സംസാരിക്കുന്നതിനേക്കാൾ അധികം കേൾക്കുക എന്നതിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. സംസാരം ആവശ്യമാണ്, അതിനപ്പുറം അവരെ ഒന്ന് കേൾക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തത് അവരുടെ സമീപത്തുണ്ടായിരിക്കുക. ഉള്ള സമയങ്ങളിൽ കളർഫുള്ളാക്കുക എന്നതാണ് പ്രധാനം. എല്ലാ സമയവും വീട്ടിലിരിക്കുന്നാൽ ഉപജീവനം പ്രയാസമാകും. അതുകൊണ്ട് തന്നെ ഉള്ള സമയം ആ സാമീപ്യം, ആ സാന്നിധ്യം, അത് സ്വർണത്തെ പോലെ അല്ലെങ്കിൽ അത്രയും മൂല്യവത്തായ ഒരു സംഗതിയാണെന്ന് തിരിച്ചറിഞ്ഞ് മധുരതരമാക്കാൻ ശ്രദ്ധിക്കണം. കുറഞ്ഞ സമയം ഉണ്ടാവും. ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കാനും പഴി പറയാനുമുള്ള സമയമാണ് എന്ന് വിചാരിച്ചവന് ഒരിക്കലും നല്ല ഒരു ജീവിതാസ്വാദനം കിട്ടുകയില്ല. സമ്മാനങ്ങൾ നൽകുക എന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങളെ വളരെയധികം ശക്തമായി ഊട്ടിയുറപ്പിക്കുകയും സമ്മാനത്തിലൂടെ വളരെ വേഗത്തിൽ സ്നേഹം പാസ് ചെയ്യപ്പെടുകയും ചെയ്യും. പിന്നെ സേവനം ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന സേവനങ്ങൾ സ്നേഹത്തിൻ്റെ ഭാഗമാണല്ലോ. ടച്ച് ചെയ്യുക, സ്പർശിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ 6 കാര്യങ്ങൾ: സമയം, സേവനം, സ്പർശനം, സംസാരം, സാമീപ്യം, സമ്മാനം. ഈ കാര്യങ്ങളൊക്കെ സ്നേഹത്തിൻ്റെ ചാലകങ്ങളാണ്. ഓരോന്നും മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. സമയം ചെലവഴിക്കുക എന്നത് ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ എത്ര സമയം ചെലവഴിക്കാൻ കഴിയും എന്നാലോചിക്കണം. ആ സമയം ചെലവഴിക്കുന്ന സമയം സാമീപ്യം, സംസാരം എന്നിവ കൊണ്ട് ധന്യമാക്കണം. സേവനം ചെയ്യാൻ എപ്പോഴും ശ്രമിക്കണം. സ്പർശനവും സമ്മാനവും വലിയ മാറ്റമാണ് സ്നേഹത്തിൻ്റെ തോതിൽ വരുത്തുക എന്നത് നമ്മൾ ചിന്തിക്കണം. അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. സമയം, സംസാരം, സേവനം, സാമീപ്യം, സ്പർശനം, സമ്മാനം, ഇങ്ങനെ 5 കാര്യങ്ങളിലേക്ക് സജീവമായി കടന്നു വന്നാൽ സ്നേഹത്തെ നമുക്ക് വളരെ വലിയ വേഗത്തിൽ, വലിയ ശക്തിയിൽ, വലിയ ആത്മവിശ്വാസത്തോടുകൂടി മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ സാധിക്കും എന്ന വിചാരത്തോടുകൂടി ഈ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.